നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ചാനൽ 4Kയിലും 5Kയിലുമാണ് വീഡിയോസ് ഇറക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയിൽ ബ്ലർനെസ് ഇല്ലാതെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി സെറ്റിങ്സ് ഒരു 480 മുതൽ മുകളിലേക്ക്, അത് 480, 720 അല്ലെങ്കിൽ HD, നിങ്ങൾ എത്ര 4K 5K വരെ ആക്കാം. എങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അതേ അത് ട്രൈ ചെയ്യൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ബ്ലർഡ് ആയിരിക്കും. നമ്മൾ ഇന്ന് കൊച്ചിയിൽ നിന്ന് I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away, as you fade away. Yeah, I'm about to fade away, 'cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay? Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then baby have a taste. All the highs and the lows, no you'll never be the same. I don't really wanna hurt you but I can't control the pain. If you're sticking by my side maybe we could be okay. Okay, maybe you could be the change I need today. I promise that I've never felt this way. I really hope that you will choose to stay through all the pain. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away. ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തിട്ട് വേണം വരാൻ. അപ്പം അതൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ നടക്കുന്ന വഴി ഒരു ഒറ്റയാൻ നിൽക്കുന്ന കണ്ടു. നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൽ ഒരു ഒറ്റയാൻ നിൽക്കുന്നു. എന്നാൽ ശരി, ഒറ്റയാൻ്റെ കൂടെ ഒരു സെൽഫിയൊക്കെ എടുക്കാമെന്നൊക്കെ ഓർത്തു. ഇങ്ങനെ കറങ്ങി അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ക്യൂവിലേക്ക് പോവുകയാണ്. ക്യൂവിലേക്ക് പോയപ്പം നല്ല റഷുണ്ട് കേട്ടോ. ഫ്ലൈറ്റ്സൊക്കെ അന്നത്തെ ദിവസം ഫുള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ ടെമ്പറേച്ചർ നോക്കുന്ന മെഷീൻ അവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ തെർമൽ സ്കാനറിൻ്റെ അടിയിൽ നിന്നു. അയാൾ ഓക്കെ പറഞ്ഞു. അയാളെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആൾ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ID കാർഡും നമ്മുടെ വെബ് ചെക്ക് ഇൻ ചെയ്ത ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യണം. അത് CISF ഇപ്പം സ്കാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ID കാർഡിലുള്ള ഫോട്ടോയും നമ്മുടെ മാസ്ക് ചേഞ്ച് ചെയ്ത് നമ്മുടെ ഫോട്ടോയും കൂടെ ഓക്കെ ആണോ നോക്കും. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് നമ്മുടെ ഒരു ഡിസിൻഫെക്ഷൻ ഒരു ഏരിയ ഉണ്ട്. അതൊരു ക്യാബിൻ പോലെയാണ്. അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടെ ഒരു 10 സെക്കൻഡ്സ് നിൽക്കണം. ജസ്റ്റ് നിന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നിട്ട് നമ്മൾക്ക് അകത്തോട്ട് കയറാം. അങ്ങനെ നമ്മളകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേന് പിന്നെയാണ് ഓർത്തത് എനിക്ക് ലഗേജ് ഒന്നും ഇല്ല, ആകെ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു, അവിടെ നിൽക്കുന്ന ഒരു അറ്റൻഡർ പയ്യൻ പറഞ്ഞു, നേരെ അങ്ങ് സെക്യൂരിറ്റി ഏരിയയിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ചിന്തിച്ചു, നമ്മൾ ഈ മൊബൈൽ തന്നെ എല്ലായിടത്തും കാണിച്ച് പോയി കഴിഞ്ഞാൽ അത് പിന്നെ സാനിറ്റൈസ് ചെയ്യാൻ പോകണ്ടേ. അത് കാരണം ഞാൻ ഓർത്തു ഒരു കിയോസ്ക് എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ചെക്ക് ഇൻ ഒരു മെഷീനാണ്. അതിന് കിയോസ്ക് എന്നാണ് പറയുന്നത്, ചെക്ക് ഇൻ കിയോസ്ക് എന്ന് പറയും. അപ്പോൾ അവിടെ പോയി ആദ്യം നമ്മുടെ ബാർകോഡ് വെച്ച് സ്കാൻ ചെയ്യാൻ നോക്കി, പക്ഷേ അത് വർക്കായില്ല. അത് കഴിഞ്ഞ് ഞാനത് മാനുവലി എൻ്റർ ചെയ്ത് നമ്മുടെ ബോർഡിംഗ് പാസിൻ്റെ പ്രിൻ്റ് നമ്മളെടുത്തു. അപ്പം നമ്മൾ ബോർഡിംഗ് പാസിൻ്റെ പ്രിൻ്റ് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്ത് എനിക്ക് 2 സെക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം 2ൻ്റെയും സീറ്റ് ഞാൻ ഓൾറെഡി ബ്ലോക്ക്ഡ് ആയിരുന്നു. നമ്മൾ പേ ചെയ്ത് തന്നെ ഫ്രണ്ട് റോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എമൗണ്ടൊക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയാത്തത്. അതിന് നമ്മൾ പേ ചെയ്യണമായിരുന്നു ഒരു പെർട്ടിക്കുലർ വിൻഡോ സീറ്റ്. ഞാൻ 3rd റോയിൽ ആൽഫ എന്ന് പറഞ്ഞ സീറ്റ്, A എന്ന് പറയുന്ന സീറ്റാണ് ഞാൻ എടുത്തത്. അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം അല്ലെങ്കിൽ റെഗുലാരിറ്റീസൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം ഞാൻ ഓക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ പ്രിൻറ്റിന് വേണ്ടി കാത്തി നിന്നു. പക്ഷേ അന്നേരം വന്നില്ല. പിന്നെ അതുകൊണ്ട് വീണ്ടും ഒന്നും കൂടെ കൊടുത്തപ്പോൾ അത് വന്നു. അങ്ങനെ ഞാൻ പ്രിൻ്റ് എടുത്തു.
നമ്മൾ ബോർഡിംഗ് പാസ് 2 സെക്ടേഴ്സിൻ്റെ എടുത്തു. അത് കഴിഞ്ഞപ്പം ഒന്ന് എന്തെങ്കിലും സ്നാക്സോ വല്ലതും ഒന്ന് കഴിക്കാമെന്ന് ഓർത്തു, ഒരു ചായയും കുടിക്കാമെന്ന് ഓർത്തു. പക്ഷെ അന്നേരമാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. ഇവിടെ താഴത്തെ സ്നാക്ക് ബാറിലൊക്കെ നല്ല റേറ്റാണ്, അറിയാമല്ലോ. എയർപോർട്ടിലൊക്കെ ആവശ്യമല്ല, നല്ല റേറ്റാണ്. അപ്പോൾ ഞാൻ നമ്മുടെ സെക്യൂരിറ്റിയിലേക്ക് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അവിടെ പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്തു. അപ്പം നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഡിസിൻഫെക്ഷൻ്റെ ക്യാബിൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ കണ്ടു. നമ്മൾ അതിൻ്റെ അകത്ത് കയറിയായിരുന്നല്ലോ. ഇനി നമ്മൾ നമ്മുടെ സെക്യൂരിറ്റി ഏരിയയിലേക്ക് നടക്കുകയാണ്. അപ്പം നടക്കുമ്പം ഇവിടെ ഒരു സ്റ്റെപ്സ് ഉണ്ട്. ഞാൻ എസ്കലേറ്ററിൽ കയറിയില്ല, സ്റ്റെപ്സ് വഴിയാണ് കയറിയത്. അപ്പം ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും നമ്മുടെ അറൈവൽ ഏരിയയുടെ ബെൽറ്റൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഫസ്റ്റ് ഫ്ലോറിൽ എൻ്റെ ഇടതുവശത്തായിട്ട് നിങ്ങൾക്ക് കാണാം ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത്. നമ്മളിവിടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് നല്ലതുപോലെ കീപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ കരുതി ഇവിടെ കുറച്ച് കേരള തനിമ വിളിച്ചറിയിക്കുന്ന, അല്ലെങ്കിൽ കേരള തനതായ നൃത്തശൈലികൾ പലതും, അല്ലെങ്കിൽ കലാരൂപങ്ങൾ പലതും വിളിച്ചറിയിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്ന കുറേ സ്റ്റാച്യൂസ് ഉണ്ട് അവിടെ. അപ്പം അതൊന്ന് കാണാമെന്ന് ഓർത്തു. നല്ല രസമാണ് കേട്ടോ. നിങ്ങൾ പോകുമ്പോൾ ഉറപ്പായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്ത് അവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എടുക്കേണ്ട ഒരു സ്ഥലമാണ്. അങ്ങനെ ഞാനിങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ കഥകളി രൂപങ്ങളെല്ലാം കൂടെ നിൽക്കുന്ന ഒരു ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഫോട്ടോ ഒക്കെ എടുത്ത് 2-3 ഫോട്ടോസ് എടുത്തു, പല ആംഗിളിലൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കടന്ന് നേരെ സെക്യൂരിറ്റിയിലേക്ക് കടക്കാമെന്ന് കരുതി. അപ്പം അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു, ക്യൂ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യണം. മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ കീപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാലും പുറയിലുള്ള ആൾ വന്ന് അടുത്ത് നിൽക്കും. അതൊരു മെയിൻ പ്രശ്നമാണ്. നമ്മൾ അവരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ സൂക്ഷിക്കാനുള്ളതേ ഉള്ളൂ. നമ്മളങ്ങനെ സെക്യൂരിറ്റിയിലേക്ക് കടക്കുമ്പോഴും നമ്മുടെ ID കാർഡും നമ്മുടെ ഫേസ് കാണിച്ചു. അതായത് മാസ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് വെച്ച് ഫേസ് ഒന്ന് കാണിക്കണം, ID കാർഡിലുള്ള സെയിം ആളാണെന്ന് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോർഡിംഗ് പാസും കാണിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്യൂരിറ്റിയിലേക്ക് കടന്നു കഴിഞ്ഞപ്പം അവിടെ നമ്മളോട് ക്യാമറയുടെ റെസ്ട്രിക്ഷൻസ് പറഞ്ഞു, ഒരുപാട് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊരു ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, അത് ഇത്തിരി ഫാസ്റ്റായിട്ട് കാണിക്കണം, ഫേസ് ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യരുത്, ഒന്നും റിവീൽ ചെയ്യരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് കാണാം. ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം നമ്മുടെ ഒരു ട്രേക്കകത്ത് മെഷീൻ്റെ അകത്തൂടെ സ്കാൻ ചെയ്ത് വന്നു. നമ്മുടെ ബോഡി നമ്മൾ മാനുവലായിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. എന്നിട്ട് നമ്മളൊരു ഏരിയയിൽ കൊണ്ടുപോയി ബാഗെല്ലാം വെച്ചു. എന്നിട്ട് ഈ പറയുന്ന ഇലക്ട്രോണിക് ഐറ്റം എല്ലാം തിരിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഒരു ചേച്ചി, അതായത് അവിടുത്തെ ഒരു ചേച്ചി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ലേഡി അവിടെ വരുന്ന ട്രേ എല്ലാം സാനിറ്റൈസ് ചെയ്യുന്നത് കണ്ടു. സാനിറ്റൈസിങ് ലിക്വിഡ് ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കുന്ന കണ്ടു. നിങ്ങൾക്ക് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ CISFൻ്റെ ആളുകളെ ഫിസിക്കലി ചെക്ക് ചെയ്യുന്നതും കാണാം. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. സാനിറ്റൈസർ ഉപയോഗിച്ച് ഹാൻഡ് സാനിറ്റൈസ് ചെയ്തു. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ സാനിറ്റൈസർ യൂസ് ചെയ്യുമ്പം നമ്മുടെ തെർമൽ ബോർഡിംഗ് പാസ് എന്ന് പറഞ്ഞാൽ ആ കിയോസ്കിൽ നിന്ന് കിട്ടുന്ന ബോർഡിംഗ് പാസിൻ്റെ അകത്ത് അത് മുട്ടിക്കഴിഞ്ഞാൽ അതവിടെ മാഞ്ഞു പോവും, ആ എഴുതിയിരിക്കുന്നത് മാഞ്ഞു പോവും. അപ്പോൾ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റെറൈൽ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഒരു പ്രീമിയം ലോഞ്ചിലേക്കാണ്. നമുക്ക് അവിടെ വെയിറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു കാർഡുണ്ട്. കാർഡെന്ന് പറഞ്ഞാൽ നമ്മുടെ എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ HDFCയുടെ ഒരു പ്രീമിയം കാർഡാണ്. ആ കാർഡ് യൂസ് ചെയ്ത് നമുക്ക് അവിടെ റെസ്റ്റ് എടുക്കാനും അവിടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് പെർട്ടിക്കുലറായിട്ട് എന്താണ് ഫുഡ് എന്നുള്ളത് അത് നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം. അങ്ങനെ ഞാൻ സെക്യൂരിറ്റി ഏരിയ അല്ലെങ്കിൽ സ്റ്റെറൈൽ ഏരിയയിലുള്ള പ്രീമിയം ലോഞ്ച് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു പയ്യൻ എനിക്ക് പറഞ്ഞു തന്നു ഇന്നടത്തേക്കാണ്. എനിക്കങ്ങനെ കൊച്ചിൻ എയർപോർട്ട് വളരെ സുപരിചിതമല്ല. ഇൻ്റർനാഷണലിൽ പോയിട്ടുണ്ട്, പക്ഷേ ഡൊമസ്റ്റിക്കിൽ ആദ്യമായിട്ടാണ്. ഡൊമസ്റ്റിക്കിൽ അറൈവ് ചെയ്തിട്ടുണ്ട്, ഡിപ്പാർച്ചർ ആദ്യമായിട്ടാണ്. അങ്ങനെ നമ്മൾ എർത്ത് എന്ന് പറയുന്ന പ്രീമിയം ലോഞ്ചിൽ എത്തി. അവിടെ നമ്മുടെ ഡെബിറ്റ് കാർഡ്, അത് പെർട്ടിക്കുലറായിട്ടുള്ള ഡെബിറ്റ് കാർഡ്സ് ഉണ്ട്, ലോഞ്ച് ആക്സസ് ഉള്ളത്. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അന്ന് സ്വൈപ്പ് ചെയ്തത് 25 റുപ്പീസാണ്. 25 റുപ്പീസിന് നമുക്ക് 2 hours വെയിറ്റിംഗ് ടൈം പ്ലസ് നമുക്ക് ഫുഡും കഴിക്കാം. അവിടെ ആ സമയത്ത് അവൈലബിൾ ആയിരുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും എല്ലാം ഉണ്ട്.
ലഞ്ചാണെങ്കിൽ ലഞ്ച്, നമ്മുടെ ഡിന്നർ ആണെങ്കിൽ ഡിന്നർ ടൈം ആണെങ്കിൽ ഡിന്നർ, അതുപോലെ തന്നെ സ്നാക്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സസ് ഉള്ള നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബോർഡിംഗ് പാസും സ്കാൻ ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ അതുവഴിയൊക്കെ നടന്ന് എന്താ പറയുക ഫുഡ് ഇരിക്കുന്ന ഏരിയയിലേക്ക് പോകാം. നമ്മളവിടെ ദോശ ഉണ്ടാക്കുന്ന ചേട്ടനെ കണ്ടു, സംസാരിച്ചു. അതിനുശേഷം 2 ഗീ റോസ്റ്റ് ഓർഡർ ചെയ്തു. ചേട്ടൻ പറഞ്ഞു അതുണ്ടാക്കുന്ന സമയം കൊണ്ട് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തോളൂ, അവിടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതൊക്കെ പോയി ചെക്ക് ചെയ്ത ശേഷം എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത് പ്ലാൻ ചെയ്ത് കണ്ടുപിടിച്ചു. ഞാൻ ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മാസ്ക് ഒന്ന് മാറ്റാമെന്ന് കരുതി. മാസ്ക് മാറ്റാമെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് ഞാനൊരു 3 മണി ആയപ്പം ഇട്ട മാസ്കാണ്. അപ്പം അതൊന്ന് മാറ്റിയിട്ട് വേറൊരു പുതിയ മാസ്ക് ഇടാമെന്ന് ഓർത്തു. ആ സമയത്ത് നിങ്ങൾക്ക് കാണാം, ഗ്ലാസ്സിലൂടെ കാണാം, അവിടെ ഒരു എയർ ഏഷ്യ ഫ്ലൈറ്റ് പോകാൻ വേണ്ടി റെഡി ആവുന്നു. ഞാനങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നല്ലതുപോലെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചു. അതിനുശേഷം അവർക്കെല്ലാം താങ്ക് യു പറഞ്ഞു ഇറങ്ങി ഇങ്ങനെ താഴേക്ക് പോവുകയാണ്. ഇതിന് മുന്നേ അവിടെ KFC ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ KFC ഒക്കെ ഇപ്പോൾ ക്ലോസ് ഡൗൺ ആണ്. കൊറോണയുടെ ഒരു ഇഷ്യൂ കാരണം പല ഷോപ്സും ക്ലോസ് ഡൗൺ ആണ്. നിങ്ങൾക്ക് കാണാം, ഞാൻ പോകുന്ന വഴിക്ക് മിക്ക ഷോപ്സും ക്ലോസ്ഡ് ആണ്. അങ്ങനെ ഞാൻ ഇവിടെ ഒരു ഗിഫ്റ്റ് കിട്ടുന്ന ഒരു സെയിൽ 40% ഓഫ് എന്നൊക്കെ കണ്ടു. അങ്ങനെ ഒരു ഗിഫ്റ്റ് കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കടയിൽ ഒരു പെർട്ടിക്കുലർ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയതാണ്. പക്ഷേ അതവിടെ ഇല്ല. അങ്ങനെ ഞാൻ വെളിയിലിറങ്ങി ഇവിടെ ഓരോ ഗേറ്റ് കാണാം നമുക്ക്. 6 എന്നും 5 എന്നും 4 എന്നും ഒക്കെ. എനിക്ക് 4 ആണ് ഗേറ്റ് നമ്പർ. സോ ഗേറ്റ് നമ്പർ 4 ലക്ഷ്യമാക്കി ഞാനിങ്ങനെ നടന്ന് പോവുകയാണ്. ഒരുപാട് പേര് അവിടെ ഇവിടെയൊക്കെ വെയിറ്റിംഗ് ഉണ്ട്. അവിടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് മസ്റ്റായിട്ട് കീപ്പ് ചെയ്യണമെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. നമ്മളത് പാലിക്കണം. അതുപോലെ തന്നെ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യാനുള്ളത് വേണം. അങ്ങനെ നമ്മൾ ഏകദേശം ഗേറ്റ് നമ്പർ 4ൻ്റെ അടുത്തെത്തി. അവിടെ ചെന്നപ്പോഴേ നല്ല ക്യൂ ആണ്. അപ്പോൾ ഞാൻ സൈഡിൽ കൂടെ പോയിട്ട് നമുക്കവർ മാസ്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാസ്ക്, ഫേസ് ഷീൽഡ്, അതുപോലെ തന്നെ നമ്മുടെ PPE കിറ്റും ഇത് ചെയ്യുന്നുണ്ട്. PPE കിറ്റ് നോർമലി മിഡിൽ സീറ്റിലിരിക്കുന്നവർക്ക് മാത്രമാണ് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ചോദിച്ചപ്പം ആദ്യം പറ്റത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ അവർ തന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അതിനുശേഷം നമ്മുടെ മാസ്കും ഫേസ് ഷീൽഡും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി. അപ്പം ഇതൊരു വലിയ വീഡിയോ ആവുന്നതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള കാഴ്ചകളുമായിട്ട് അടുത്ത പാർട്ടായിട്ട് വരാം. ഈ വീഡിയോ ടു ബി കണ്ടിന്യൂഡ് ആണ്. ഇതൊരു 3 പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. കാരണം ഒരു എൻ്റെ ട്രിപ്പ് ഫ്ലൈറ്റ് ട്രിപ്പാണ് 3ലും ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഫ്ലൈറ്റിൽ കയറുന്നവരേക്കും, അതുപോലെ തന്നെ അടുത്തത് ഫ്ലൈറ്റിൽ കയറി ഇറങ്ങുന്നവരേക്കും, അതുപോലെ തന്നെ അടുത്തത് ഒരു ഫുൾ ട്രിപ്പായിട്ടുമാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം എന്തായാലും എല്ലാ ട്രിപ്പും ദയവ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പം ഇതുവരെ കണ്ട് എല്ലാവർക്കും താങ്ക് യു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എത്തിക്കുക. താങ്ക് യു സോ മച്ച്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.